വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്ഥാനമാനങ്ങളും അധികാരവുമാണ്. അവ നേടിയെടുക്കുന്നതിനു വേണ്ടി മനുഷ്യൻ ഏത് മാർഗവും സ്വീകരിക്കും. രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല, ക്രിസ്തീയ സഭകളിലും ഈ പ്രവണത വളർന്നു വരികയാണ്. ഇത്തരുണത്തിൽ തൻ്റെ പുത്രനായ ശലോമോൻ രാജാവായി ഭരണമേൽക്കുമ്പോൾ പിതാവായ ദാവീദ് നൽകിയ ഉപദേശം വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന നമുക്ക് അനുകരണീയമായ ഒന്നാണ്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ഈ ഉപദേശം ദാവീദ് തൻ്റെ പുത്രൻ നൽകിയ പിതൃസ്വത്താണ്. 1 രാജാക്കന്മാർ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. ഇവിടെ 2 കാര്യങ്ങളാണ് പിതൃസ്വത്തായി ദാവീദ് ശലോമോന് നൽകുന്നത്. 1, യഹോവയുടെ വഴികളിൽ നടക്കണം. അനേക വഴികൾ നമ്മുടെ മുൻപിൽ ഉണ്ട്. നേർവഴികൾ, വളഞ്ഞ വഴികൾ, കുറുക്കു വഴികൾ. ഇതിലേതാണ് യഹോവയുടെ വഴി? യഹോവയുടെ വഴി എങ്ങനെ കണ്ടുപിടിക്കാം? യെരൂശലേമിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ ജനതയുടെ വിശ്വാസം ആയിരുന്നു. അവരുടെ ഈ വിശ്വാസത്തിന് കാരണം 46-ാം സങ്കീർത്തനം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചെയ്തികളിൽ ദൈവനീതി ഇല്ലായിരുന്നു. സാഹസം, ദേഹോദ്രവം, അക്രമാസക്തമായ പെരുമാറ്റം, കൊല ഇവയെല്ലാം അവരുടെ ചെയ്തികളായിരുന്നു. ആമോസ് പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത്, തങ്ങളുടെ അരമനകളിൽ അന്യായവും സാഹസവും സംഗ്രഹിച്ചു വയ്ക്കുന്നവർ, ന്യായം പ്രവർത്തിപ്പാൻ അറിയാത്തവർ എന്ന ആമോസ് 3:10. ജനത്തിൻ്റെ സഞ്ചാരം നീതിയുടെ വഴികളിൽ കൂടെ അല്ലായിരുന്നു. അവർ ദൈവത്തോട് മത്സരിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നിലേക്ക് തിരിയുന്ന വഴി യഹോവയായ ദൈവം അടച്ചു കളഞ്ഞു. ഈ സാഹചര്യത്തിൽ യിരെമ്യാവ് ജനത്തിന് നൽകിയ ദൂത്, യെരൂശലേമിന് നാശമുണ്ടാകും, അതുകൊണ്ട് എല്ലാവരും യെരൂശലേമിൽ നിന്ന് ഓടിപ്പോകണം. ഈ മുന്നറിയിപ്പിനോടൊപ്പം പ്രവാചകൻ ഒരു നിർദ്ദേശം കൂടി നൽകി. യിരെമ്യാവ് 6:16. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. പൂർവികമായി അംഗീകരിച്ചു വന്ന ദൈവിക പ്രമാണങ്ങളെയാണ് പഴയ പാതകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. തലമുറകളായി അവർ പ്രമാണിച്ചു വന്ന ധാർമ്മിക പ്രമാണങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ജനം ദൈവവഴിയിൽ നിന്ന് വിട്ടുമാറി. ദൈവിക പ്രമാണങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ അവർ തയ്യാറായില്ല. അതവരുടെ കുറ്റമായി കണ്ട ദൈവം പ്രവാചകനിൽ കൂടി പറയുന്നത്, യഥാർത്ഥ വഴിയായ പഴയ പാതയിൽ കൂടി സഞ്ചരിക്കുക എന്നാണ്. ഈ പാത നമ്മളുടെ കർത്താവ് തന്നെയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമില്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6. ഈ വഴി സത്യത്തിൻ്റെ വഴിയാണ്. ഈ വഴി നീതിയുടെ വഴിയാണ്. ഇത് ജീവൻ പ്രദാനം ചെയ്യുന്ന വഴിയാണ്. ഈ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവർ മാത്രമേ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരൂ. 2, യഹോവയുടെ കൽപ്പനകൾ പ്രമാണിക്കണം. അബ്രഹാമിനെ ദൈവം വിളിച്ചു, താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. യാതൊരു എതിർപ്പും പറയാതെ അബ്രഹാം ദൈവകൽപ്പന അനുസരിച്ചു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിൽ കൂടി ഒരു വലിയ ജാതിയെ ദൈവം അനുഗ്രഹിച്ചു. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അവകാശമായി നൽകി. മിസ്രയീമിലെ ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. കാരാഗൃഹത്തിൽ കിടന്ന യോസേഫിനെ കൊണ്ട് ദൈവം അതിൻ്റെ അർത്ഥം പറയിച്ചു. രാജ്യം നേരിടുവാൻ പോകുന്ന വലിയ ക്ഷാമത്തെക്കുറിച്ച് യോസേഫ് ഫറവോനെ അറിയിച്ചു.
ഈ ക്ഷാമത്തിന് പരിഹാരം കണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും അനുസരിച്ച് നടന്ന ദൈവത്തിൻ്റെ ദാസനായ യോസഫിൽ കൂടിയായിരുന്നു. നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കണം. മോശ ജനത്തോട് പറയുന്നത്, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. ആവർത്തനം 32, 46, 47 വാക്യങ്ങൾ. ദാവീദ് നൽകിയ ആലോചനകൾ ശലോമോൻ അനുസരിച്ചു. ശലോമോന്റെ കാലത്ത് രാജ്യം സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടു. വിശ്വാസവും ദൈവം ദാവീദിൽ കൂടി നൽകിയ ആലോചനകൾ അനുസരിച്ച് നടക്കുമെങ്കിൽ അനുഗ്രഹം പ്രാപിക്കും. കർത്താവേ, നിന്റെ വഴിയിൽ കൂടി നടന്ന് നീ നൽകിയ കൽപ്പനകളെ പ്രമാണിപ്പാൻ തക്കവണ്ണം എന്നെ തന്നെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആമേൻ. അവൻ ദയയുള്ളവൻ, ക്ഷമയുള്ളവൻ, കൃപ പകരുന്നവൻ. കർത്താവെന്റെ